ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നുസീഫ് ടെക്ലോഗ് ചാനൽ. നുസീഫ് ടെക്ലോഗിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോസ് എന്ന് പറയുന്നത് ടാറ്റ നാനോ റിലേറ്റഡ് വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ ടാറ്റ നാനോക്ക് വന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ സ്പീഡോമീറ്റർ ചില സമയത്തൊന്ന് സ്റ്റക്ക് ആവുന്നുണ്ട്. സ്റ്റക്ക് ആവണമെന്ന് വെച്ചാൽ അതിൻ്റെ സ്പീഡ് കാണിക്കുന്ന സൂചി ഉണ്ടല്ലോ, അത് പെട്ടെന്ന് ഡൗൺ ആയിട്ട് സീറോയിൽ അവിടെ ഡൗൺ ആയി കിടക്കും. പിന്നെ സ്പീഡിൻ്റെ റീഡൊന്നും പിന്നെ കാണിക്കണില്ല. അങ്ങനെ ചില സമയത്തേ ഉള്ളൂ, എപ്പോഴും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇതിൻ്റെ സ്പീഡോമീറ്റർ സെൻസർ ഒന്ന് ഊരാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഫുള്ള് ഇതിൻ്റെ ഡീറ്റെയിൽ ആണ്. സ്പീഡോമീറ്ററിലേക്ക് വന്നിട്ടുള്ള കണക്ടർ റിമൂവ് ചെയ്തിടുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിലേക്ക് വന്നിട്ടുള്ള കണക്ടർ കേട്ടോ. ഇത് നമ്മൾ റിമൂവ് ചെയ്തിടുക. പിന്നെ നമ്മൾ ഈ സെൻസർ ഊരുന്നതിന് മുമ്പായിട്ട് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. കാരണം ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് സെൻസറിൻ്റെ ഊരുന്ന ഭാഗത്തുള്ള ആ ചെളി മണ്ണൊക്കെ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യുക. കാരണം പിന്നീട് അത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഈ പുറത്തുള്ള ആ ചെളി മണ്ണൊക്കെ ചിലപ്പം സെൻസർ ഫിറ്റ് ചെയ്യുന്ന ഹോളിലൂടെ അകത്തോട്ട് ചാടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സെൻസർ എപ്പോഴും ഊരുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള മണ്ണും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം സെൻസർ ഊരുക. അതിൻ്റെ ചുറ്റുഭാഗം മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യുക, എന്നിട്ട് സെൻസർ ഊരുക. ഈ സെൻസർ ഊരാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ബോൾട്ടേ ഉള്ളൂ. ഊരുമ്പോൾ അത് പ്രത്യേകിച്ച് സീലോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു റബ്ബർ സീലിംഗ് മാത്രമാണ്. അത് നമുക്ക് ഊരി കഴിഞ്ഞാൽ തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് പുതിയ സീല് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു റബ്ബർ ടൈപ്പ് സീല് ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. സ്പീഡോമീറ്ററിൻ്റെ സെൻസർ ഊരാനായിട്ട് ഒരു 10ാം നമ്പർ ബോൾട്ടാണ് അവിടെ ഉള്ളത്. ഒറ്റ ബോൾട്ട് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബോൾട്ട് ഊരി കഴിഞ്ഞാൽ നമുക്കത് റിമൂവ് ചെയ്യാൻ കഴിയും. പിന്നെ ഇതിൻ്റെ മേലെ ഒരു കണക്ടർ വന്ന് കിടക്കുന്നുണ്ടല്ലോ, അതും ഒരു ലോക്ക് സിസ്റ്റത്തിലായിരിക്കും ആ കണക്ടർ വന്ന് കിടക്കുന്നുണ്ട്. അതിൻ്റെ ലോക്കായ ഭാഗത്ത് തൊട്ട് മുകളിലായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് മുകളിലോട്ടൊന്ന് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കണക്ടർ ഊരാൻ കിട്ടുന്നതായിരിക്കും. സ്പീഡോമീറ്റർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ചിലർ ഇത് സ്പീഡോമീറ്റർ അല്ല, അത് പതിയെ നമുക്ക് നേരാക്കി എടുക്കാന്നുള്ള രീതിയിൽ അത് അവോയ്ഡ് ചെയ്തിടാറുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ സ്പീഡോമീറ്റർ കംപ്ലൈൻ്റ് ആയാലും വണ്ടിയുടെ പെർഫോമൻസിന് അത് ബാധിക്കുന്നുണ്ട്. മൈലേജിലും അത് ഡിഫറൻറ്റ് കാണിക്കും. അപ്പോൾ സ്പീഡോമീറ്റർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ അത് വണ്ടി എത്ര സ്പീഡിലാണ് പോണ് എന്നുള്ളത് വണ്ടിയുടെ ECMന് അറിയാൻ കഴിയില്ല. അപ്പോൾ വണ്ടിയിലേക്കുള്ള എയറിൻ്റെ ആ ഒരു ഫ്ലോ എത്ര കൊടുക്കണം അതൊന്നും എഞ്ചിന്, അതായത് ECMന് മനസ്സിലാക്കാൻ കഴിയാതെ ECMൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു എയർ ഫ്ലോ ആയിരിക്കും കൊടുക്കുക. അതുകൊണ്ട് വണ്ടിയുടെ മൈലേജിനും പെർഫോമൻസിനും അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്പീഡോമീറ്റർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ശരിയാക്കി എടുക്കാനായിരിക്കും നല്ലത്. പിന്നെ സ്പീഡോമീറ്റർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ മാക്സിമം അധികം പുതിയത് വാങ്ങിയിടാറാണ് പതിവ്. അപ്പോൾ പുതിയത് വാങ്ങി ഇടുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ സ്പീഡോമീറ്റർ മാർക്കറ്റിൽ ഏകദേശം ഒരു 400 സംതിങ് രൂപക്കാണ് അത് പുതിയത് വാങ്ങാൻ കിട്ടുക. അപ്പോൾ അത് വാങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ഈ സ്പീഡോമീറ്റർ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്കിത് നേരാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ സ്പീഡോമീറ്റർ നമ്മൾ ഒരു കയ്യിലെടുത്തിട്ട് നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല ഡസ്റ്റും ഈ ഇരുമ്പിൻ്റെ പൊടിയൊക്കെ നിങ്ങൾക്ക് കാണാം ചെറുതായിട്ട് അവിടെ. ജസ്റ്റ് കണ്ടോ, ഇത് ഒരു മാഗ്നറ്റ് സിസ്റ്റമാണ് സ്പീഡോമീറ്ററിൻ്റെ ആ ഭാഗത്തുള്ളത്. അപ്പോൾ ഈ ഇഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന ഇരുമ്പിൻ്റെ തരികളൊക്കെ അത് അവിടെ ക്യാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്പീഡോമീറ്റർ ഇതിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തതാട്ടോ. സ്പീഡോമീറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്രോൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ റസ്റ്റ് സ്പ്രേ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്കൊരു നല്ല തുണി കൊണ്ടൊക്കെ തുടച്ച് ഇതുപോലെ ക്ലീൻ ആക്കി എടുക്കുക. ഇപ്പോൾ ഇത് പുതിയതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്പീഡോമീറ്ററിനെ നമുക്ക് തിരിച്ച് വണ്ടിയിലേക്ക് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി സ്പീഡോമീറ്റർ ഊരാനുള്ള ടൂൾസ് ഒന്ന് കയ്യിൽ ചെയ്യാന്നുണ്ടെങ്കിൽ ജസ്റ്റ് വർക്ക്ഷോപ്പേരോടൊന്ന് പറഞ്ഞിട്ട് ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ട് തരാൻ വേണ്ടി പറയാം. അതായത് സ്പീഡോമീറ്റർ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അവരോടൊന്ന് പറഞ്ഞാൽ മതി, ഇത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ചെയ്തു തരുന്നതായിരിക്കും. സെൻസർ കംപ്ലൈൻ്റ് ആണ് എന്നവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഉടനെ അവർ സെൻസർ മാറ്റാനാണ് പറയുക. അപ്പോൾ നമുക്ക് വെറുതെ ഒരു 400 രൂപ വെറുതെ കളയണ്ടല്ലോ. ഇതുകൊണ്ട് തന്നെ സംഭവം കുറച്ച് കാലം കൂടി നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ട് അവരോട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തരാൻ പറയാം. എന്നിട്ടും ഓക്കെ ആയില്ലെങ്കിൽ മാത്രം മതി നമ്മൾ പുതിയ സെൻസർ വാങ്ങുക. ഈ സെൻസർ ക്ലീൻ ചെയ്ത് ഞാൻ വണ്ടി കുറച്ച് ഓടിച്ച് അത്യാവശ്യം ഒരു 2 ദിവസത്തിന് ശേഷമായിരിക്കും കേട്ടോ ഈ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് 2 ദിവസത്തിന് ശേഷമായിരിക്കും നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നുണ്ടാവുക. കാരണം എന്താ വെച്ചാൽ ഇത് മാറ്റിയതിന് ശേഷം എത്രത്തോളം വണ്ടി മീറ്റർ കംപ്ലൈൻറ്റ് ഇല്ലാതെ ഓടുന്നുണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മളെ സെൻസർ ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മളെ വണ്ടിയിലേക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാം. തിരിച്ച് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനിവിടെ നേരത്തെ ഊരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അത്യാവശ്യം നല്ല മണ്ണുണ്ടായിരുന്നു ചുറ്റുഭാഗത്ത്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, ഇതിൻ്റെ പൊസിഷൻ വരുന്നത് ഗിയർ ബോക്സിൻ്റെ മുകളിലാണ്. അതായത് ഗിയർ ഓയിലൊക്കെ ഡ്രെയിൻ ചെയ്യുന്ന നെറ്റിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഇതിൻ്റെ പൊസിഷൻ വരുന്നത്. സ്പീഡോമീറ്റർ സെൻസറിൻ്റെ പൊസിഷൻ വരുന്നത് ഗിയർ ബോക്സിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ.
അപ്പോൾ ഇത്തരത്തിൽ ഞാനിവിടെ അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള മണ്ണൊക്കെ ജസ്റ്റ് നല്ലപോലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി. ഇനി നമുക്ക് നമ്മുടെ സെൻസർ ഇതിലോട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യാണ് ഇനിയുള്ള പരിപാടി. സ്പീഡോമീറ്റർ സെൻസറിൻ്റെ ആ സെൻസറിന്മേൽ തന്നെ ഉണ്ട് കേട്ടോ. ഇതിന്മേ ആ ഒരു റബ്ബർ ടൈപ്പ് വാഷർ ഉണ്ട് അതിന്മേ. അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. എന്നതിന് ശേഷം നമുക്ക് സെൻസർ ഇതിലോട്ട് ഫിറ്റ് ചെയ്യാം. ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ബോൾട്ടൊക്കെ നല്ല പോലെ ടൈറ്റ് ചെയ്യുക. അതായത് പിന്നീട് അവിടെ നമ്മൾ ആ ഗിയർ ഓയിൽ ലീക്ക് വരാത്ത രീതിയിൽ നല്ലോണം ടൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിത് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ വണ്ടികൾക്ക് ഇതുപോലെ ഈ സെൻസർ ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം ആ മീറ്ററിൻ്റെ പ്രശ്നം സോൾവ് ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് ഇത്തരത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ കാരണം. അപ്പോൾ സ്പീഡോമീറ്റർ നല്ല അടിപൊളിയായിട്ട് ഞാൻ അതിൽ സെറ്റ് ചെയ്ത് നല്ല ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ലീക്ക് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. പിന്നെ അതിൻ്റെ കപ്ലർ ഉണ്ടല്ലോ, ആ കണക്ടർ, അതും നല്ലപോലെ ഫിക്സ് ചെയ്ത് കണക്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാൻ വണ്ടി ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ ആ ഒരു പ്രശ്നം കാണിക്കണില്ല കേട്ടോ, മീറ്ററിൻ്റെ പ്രശ്നം. പക്ഷേ അത് ഇടയ്ക്ക് കാണിച്ചിരുന്നുള്ളൂ, പക്ഷേ ഇപ്പോൾ കാണിക്കണില്ല. ഞാൻ കുറച്ച് ദൂരം ഓടിയതിന് ശേഷം 2 ദിവസം നല്ലപോലെ ഓടിയതിന് ശേഷം ഈ പ്രശ്നം കാണിക്കണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് ഇട്ടത് കൊണ്ട് നമുക്ക് ഹെൽപ്ഫുൾ ആയിക്കണ് സംഭവം. ഇത്ര കിലോമീറ്ററൊക്കെ ഓടുമ്പോഴത്തേന് ജസ്റ്റ് ഒന്ന് അത് മീറ്റർ ഡൗൺ ആവലുള്ളതാണ്, പക്ഷെ അത് ഇതുവരെ കാണിച്ചിട്ടില്ല. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വണ്ടി ഈ സെൻസർ ക്ലീൻ ചെയ്ത് ഇട്ടതിന് ശേഷം അത്യാവശ്യം കിലോമീറ്റർ ഓടി കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇത് ക്ലീൻ ചെയ്തിട്ടുകൊണ്ട് നമുക്കത് നമ്മുടെ സംഭവം സക്സസ് ആയി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോസിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. വീണ്ടും കാണാം പുതിയൊരു വീഡിയോസുമായി. അതുവരേക്കും നുസീഫ് ടെക് വ്ലോഗ് സൈനിങ് ഓഫ്.